പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ഥാനം അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരിക്കലും അന്യായത്തിനും നമ്മളെ ദുരിതത്തിലാക്കാനോ ദുഃഖത്തിലാക്കാനോ പാടില്ല. മദീന മിമ്പറിൽ ഇരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് ഒരിക്കൽ മിമ്പറിൽ വെച്ച് ചോദിച്ചു, മൽ ഇമാറ, എന്താ പദവി, എന്താ അധികാരം? നിങ്ങൾ ചിലതിന്റെ ഒക്കെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആണല്ലോ, നിങ്ങൾ ചില കാര്യങ്ങളുടെ ഒക്കെ അധികാര പരിധിയിലുള്ളവരാണല്ലോ, എങ്കിൽ പറ മൽ ഇമാറ, എന്താ സ്വഹാബത്തെ പദവി, അധികാരം? സ്വഹാബാക്കളിൽ ചിലർ പറഞ്ഞു, നബിയെ, മറ്റുള്ള ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവൻ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വലിയൊരു സ്ഥാനം. അള്ളാന്റെ ഹബീബ് പുച്ഛത്തോടെ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അവ്വലുഹ മലാമത്തുൻ, എങ്കിൽ അറിഞ്ഞോ, ആ പദവി, അധികാരം അവ്വലുഹ മലാമത്തുൻ, നിങ്ങൾക്കുള്ള നിന്ദ്യതയാ, നിങ്ങൾക്കുള്ള നിന്ദ്യതയാണ് ആ പദവി. മറ്റൊരാൾക്ക് അത് കിട്ടാതെ എനിക്ക് കിട്ടില്ലോ നിങ്ങൾ ദുനിയാവിൽ ചിന്തിക്കും, പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ചിന്തിക്കും, റബ്ബ് എനിക്ക് കിട്ടണ്ടായിരുന്നു, വേറെ ആർക്ക് കൊടുത്താലും മതിയായിരുന്നു എന്ന്. അങ്ങനെ നിങ്ങളെ നിന്ദിക്കാനും നിന്ദ്യതയിലേക്കും കൊണ്ടുപോകാൻ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ തലയിൽ വെച്ച് തന്നൊരു മുൾക്കിരീടമാണ് അധികാരം. അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും പള്ളി കമ്മിറ്റിയിലായാലും മറ്റേത് കമ്മിറ്റികളിലാണെങ്കിലും. നാലാളുകൾക്കിടയിൽ എനിക്കത് കിട്ടി, 4 സ്വീകരണം കിട്ടി, 4 ആളുകൾ എന്റെ മുൻപിൽ വന്ന് അപേക്ഷയായി ചോച്ചാനിച്ചു നിന്നു, അതൊക്കെ ദുനിയാവ് കിട്ടും. ആഖിറത്തിൽ നിങ്ങൾക്കുള്ള നിന്ദ്യതയായത് മാറിയേക്കാം, നിങ്ങളത് യഥാവിധി പ്രവർത്തിക്കുകയും ന്യായം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ. വസാനീഹ, ഇനി രണ്ടാമതായി നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ, നദാമത്തുൻ, നിങ്ങൾക്കുള്ള ഖേദമായിരിക്കും അത്. ഖേദം കൊണ്ട് നിങ്ങൾ കരയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പരലോകത്ത് വരും, അധികാരം, സ്ഥാനം. വസാലിസഹ, മൂന്നാമതായി അദാബുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു വേദനയായിരിക്കും, ശിക്ഷയായിരിക്കും അത്. ആർക്കൊഴികെ? ഇല്ലാമൻ റഹിമ, ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറുകയും വഅദ്ല, നീതിയോടെ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ആ അധികാരം, ഖേദവും നിന്ദതയും വലിയ വേദനക്കുമുള്ള അടയാളമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു.